السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗത്തിൽ ജീവിപ്പിക്കുകയും ആ അടിസ്ഥാനത്തിൽ തന്നെ മരിപ്പിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. നാം തുടർന്നു വരുന്ന ക്ലാസിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ ആരംഭിക്കുകയാണ്. പരിശുദ്ധമായ ദീനിൻ്റെ നിലനിൽപ്പിന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള ഒരു വേദിയാണല്ലോ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടന. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സംഘടനയും പ്രവർത്തനവുമൊക്കെ സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അടങ്ങുന്നതാണ് ആ സംഘടന. അതിനിങ്ങനെ ഒരു വർക്കിംഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കലോ ഒരു ജനറൽ ബോഡി കൂടലോ ആളെ പുതുതായി തിരഞ്ഞെടുക്കലോ കോപ്റ്റ് ചെയ്യലോ ഒന്നും ഇല്ല എന്നേ ഉള്ളൂ. ദീനിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുക. വശാവിറുഹും ഫിൽ അംരി, ഖുർആനിൽ അല്ലാഹു തആല നിർദ്ദേശിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. റസൂലുള്ളാഹി പറയുന്നത്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ നടപ്പാക്കുമ്പോൾ, അവരോട് നിർദ്ദേശിച്ചു കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു കൂടിയാലോചന നടത്തണം. ദീനിൻ്റെ കാര്യങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ നിങ്ങൾ ഒരു ആലോചന നടത്തണം, മുശാവറ നടത്തണം. അതാണ് നമ്മളെ മുശാവറ എന്നാണ് നമ്മൾ ഈ വർക്കിംഗ് കമ്മിറ്റിയുടെ പേര്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായിരിക്കുന്ന ബദർ രണാങ്കണത്തിലേക്ക് അടുക്കുന്ന സമയത്ത്, അപ്പോഴാണ് യുദ്ധമുഖത്തേക്ക് എത്തുന്നത്. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബദറിൽ വെച്ചൊരു പോരാട്ടം നടത്തണം എന്ന ലക്ഷ്യത്തിലല്ല സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ കൂടെ പോയിരുന്നത്. എന്നാൽ അതിന് ശേഷമുള്ള യുദ്ധങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഉഹദിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ നാം യുദ്ധത്തിനാണ് പോകുന്നത്. ഖന്തഖിലേക്കും അങ്ങനെ തന്നെ, ഖൈബറിലേക്കും അങ്ങനെ തന്നെ, തബൂക്കും അത്തത്ത്, അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹി നേരിട്ടും സ്വഹാബത്തിന് അയച്ചും ചെയ്തിരുന്നു. അതൊക്കെ നേരത്തെ തീരുമാനിച്ച് പ്ലാൻ ചെയ്തിട്ടാണ്, മുശാവറ നടത്തിയിട്ടാണ് മദീനത്ത് തന്നെ പുറപ്പെടുന്നത്. എന്നാൽ ബദർ യുദ്ധം അങ്ങനെയായിരുന്നില്ല. ബദറിലേക്ക് എത്തുന്നതിൻ്റെ അടുത്ത് വെച്ചാണ് ഇതിനെക്കുറിച്ച് തീരുമാനമാകുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാറുകളെയും മുഹാജിറുകളെയും, അഥവാ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പലായനം ചെയ്യുന്നവരെയും അവരെ സഹായിച്ചുകൊണ്ട് നേരത്തെ തന്നെ മദീനത്തിൽ ഉണ്ടായിരുന്ന സഹാബത്ത്, ഇത് രണ്ടുമാണല്ലോ മുഹാജിർ അൻസാർ എന്ന് പറയുന്നവർ, ഇവ രണ്ട് സംഘത്തെയും വേറെ വേറെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി അന്വേഷണം നടത്തി. എന്നിട്ട് കൂട്ടായിരുത്തിക്കൊണ്ട് വേറെയും തീരുമാനങ്ങൾ എടുക്കുകയും ആലോചിക്കുകയും ചെയ്തതിനു ശേഷമാണ് ആ ചെറുസംഘം ബദറിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആലോചന നടത്തുക എന്നുള്ളത് നേരത്തെ തന്നെയുള്ള ഒരു തീരുമാനമാണ്. അത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന കാര്യവും കൂടിയാണ്. അങ്ങനെ ആ തുടർന്നു പോകുന്ന പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെന്ന അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആണ് ആദ്യം മഹാന്മാരായ സ്വഹാബത്ത് വന്ന് ദീനീ പ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇൽമിൻ്റെ പ്രാധാന്യവും ആലിമീങ്ങളുടെ വർധനയും മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിൽ തുലവും വർധനവ് തന്നെ ഉണ്ടായി. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഒരു സംഘടന കേരളത്തിൽ രൂപീകരിക്കുന്നത്. അതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പേര് കൊടുത്തു.
ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന ദീനിന്റെ കാര്യം മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ എതിരാളികളും പ്രവർത്തനം ആരംഭിച്ചിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് ഒരു സംഘടന വേണോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ടാകും. ലോകത്ത് മുഴുവനും സമസ്ത ഉണ്ടായിട്ടാണോ ലോകത്തൊക്കെ ഇങ്ങനെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയി ഒരു സംഘടന രൂപീകരിച്ച് പ്രമേയം പാസ്സാക്കിയിട്ടാണോ ദീന് വളർത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും. എങ്കിൽ അവരോട് മറുപടി പറയട്ടെ, കേരളത്തിൽ ഉള്ളതുപോലെയുള്ള ദീനീ ചലനം ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് കാണിച്ചു തരാൻ കഴിയുക? 1978 സുന്നി യുവജന സംഘത്തിൻ്റെ വാർഷിക മഹാസമ്മേളനം കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിലാണ് അന്ന് നടന്നിരുന്നത്. അതിലുള്ള ഒരു പ്രമുഖ അതിഥിയായിരുന്നു മഹാനായ സയ്യിദ് അലവി മാലിക്കി മഹാനവറുകൾ. മക്കയിലുള്ള നമ്മളെ മർക്കസിൻ്റെ ശിലപാലിയ സയ്യിദ് മുഹമ്മദ് മാലിക്കി മഹാനവറുകൾ. ബഹുമാനപ്പെട്ടവർ കേരളത്തിൽ വന്ന് ഒരു ദിവസമായി കേരളത്തിൻ്റെ പശ്ചാത്തലമൊക്കെ അത് മനസ്സിലാക്കിയതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ കെട്ടും മട്ടും അതിൽ പങ്കെടുത്ത പ്രവർത്തകരുടെ ആവേശവും അതിന് നേതൃത്വം കൊടുക്കുന്ന ആലിമീങ്ങളുടെ ആ ചടുലമായിരിക്കുന്ന പ്രവർത്തനങ്ങളും ഇതൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കിയ മഹാനവറുകൾ ആ സമ്മേളനത്തിൽ വെച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന സമയത്ത് പറയുന്നത്, എന്നോട് ഞാൻ ഇന്ത്യയിലെന്നല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാണ്. അങ്ങനെ സഞ്ചരിച്ച് മറ്റൊരു രാജ്യത്തെത്തിയാൽ ഇസ്ലാമിനെക്കുറിച്ച് എന്നോട് അന്വേഷിക്കുകയാണെങ്കിൽ, ദീനിനെക്കുറിച്ച് എന്നോട് അന്വേഷിക്കുകയാണെങ്കിൽ അത് കേരളത്തിലാണെന്ന് ഞാൻ ഉറക്കെ പറയും. സിയ്യമാഫി മലൈബ, പ്രത്യേകിച്ച് അതിൻ്റെ ശരിയായിരിക്കുന്ന ചിട്ടയോടുകൂടി അതിൻ്റെ ആ മുറപ്രകാരം നടക്കുന്നത് മലബാറിലാണെന്ന് ഞാൻ പറയും. ആരാണിത് പറയുന്നത്? പരിശുദ്ധമായിരിക്കുന്ന കഅബ ഷരീഫിൻ്റെ ചാരത്തുള്ള മസ്ജിദുൽ ഹറാമിൽ വർഷങ്ങളോളം ദർസ് നടത്തിയ 10,000 പണ്ഡിതന്മാർ തൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട് അവിടെ ജീവിച്ച് വന്ന അത്ര വലിയ ഒരു പണ്ഡിതൻ, മുസ്ലിമീങ്ങൾ മാത്രമുള്ള പരിശുദ്ധമായിരിക്കുന്ന മക്ക, അവിടെ ഹറമിൻ്റെ പരിധിയിൽ മുസ്ലിമീങ്ങൾ മാത്രമേ ഉള്ളൂ. ഹറമിൻ്റെ പുറത്ത് മുസ്ലിമീങ്ങളല്ലാത്തവരുമുണ്ട്, അന്യനാട്ടിൽ നിന്ന് ചെന്നവരുമുണ്ട്, ചിലപ്പോൾ ആ നാട്ടുകാരുമുണ്ടാകും. അങ്ങനെ ആ ജസീറത്തുൽ അറബിൽ മുസ്ലിമീങ്ങൾ മാത്രം താമസിക്കുന്ന ആ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു പണ്ഡിതൻ വന്നിട്ട് ഈ രാജ്യത്ത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും നായരും നമ്പൂതിരിയും ഹരിജനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും കൂടി വസിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്ത് വന്നിട്ട് പറയുന്നു, ദീന് എവിടെയാണ് എന്ന് എന്നോട് ചോദിച്ചാൽ അത് കേരളത്തിലാണ് ഞാൻ മൊത്തത്തിൽ പറയും. സിയ്യമാഫി മലൈബ, പ്രത്യേകിച്ച് മലബാറിലാണ് ഏറ്റവും കൂടുതൽ അത് തിളക്കത്തോടുകൂടി നിൽക്കുന്നത്. എന്തേ അങ്ങനെ ഉണ്ടാകാൻ കാരണം? ഇവിടെയുള്ള ഹലിമീങ്ങളെയും ദീനീ പ്രവർത്തകരെയും ഉമറാക്കളെയുമൊക്കെ ഈ മഹാന്മാരായിരിക്കുന്ന സംസ്ഥയുടെ നേതാക്കൾ ഒരു മാലയിൽ കോർത്ത മണികണക്കെ അവരെങ്ങനെ ഏകോപിപ്പിച്ച് നിർത്തി, അണിയണിയാക്കി നിർത്തി, ചിട്ടയോടുകൂടി ദീനീ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ളൊരു സെൽപ്പയറിന് അൽഹംദുലില്ലാ നമ്മുടെ പ്രദേശം അത് ഉടമയായത്. അതുകൊണ്ടാണ് ഈ സംഘടനയുടെ പ്രസക്തി വളരെ കൂടുതലാണെന്ന് മാന്യരായ ശ്രോതാക്കളെ ഞാൻ അറിയിക്കുന്നത്. അപ്പോൾ സമസ്ത എന്ന് പറയുന്ന സംഘടന അതൊരു ചെറിയ സംഘടന അല്ല. ലോകത്ത് മുഴുവനും ഇസ്ലാമിക വെളിച്ചം വീശാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു സംഘടന തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മക്കയിൽ പ്രവർത്തിക്കുന്ന പറഞ്ഞ മസ്ജിദുൽ ഹറാം ഉൾക്കൊള്ളുന്ന മക്കയിൽ പ്രവർത്തിക്കുന്ന റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി ഒരു സംഘടന, ഇത്
മക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി. ആ സംഘടനയുടെ ഒരു തീരുമാനം, ഖുതുബയുടെ ഭാഷാ സംബന്ധമായ കാര്യങ്ങളിലായിരുന്നു തീരുമാനം. അതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കത്തവർക്ക് കൊടുത്തിട്ട് വർഷങ്ങൾ എത്രയോ ആയി. പക്ഷേ ഇന്നും അതിന് മറുപടി പറയാൻ ഈ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിക്ക് സാധിച്ചിട്ടില്ല. കാരണം സമസ്തയുടെ തീരുമാനവും സമസ്തയുടെ അറിയിപ്പും ആ രൂപത്തിലായിരുന്നു. അപ്പോൾ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയ അത് ലോകത്തുള്ള പല ഭാഗത്തുമുള്ള പണ്ഡിതന്മാരെയും കൂട്ടിയുള്ള വലിയൊരു പണ്ഡിത സംഘടന തന്നെയാണ്. പക്ഷേ ഇസ്ലാമികമായിരിക്കുന്ന യഥാർത്ഥമായ മൂല്യം കൈവശം വെച്ചുകൊണ്ട് അവർക്ക് തീരുമാനമെടുക്കാൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസക്തി എത്രത്തോളമാണെന്ന്. അതുകൊണ്ടാണ് ഈ സംഘടനയെ എല്ലാ ഭാഗത്തു നിന്നും എതിർക്കാൻ ആളുണ്ടായത്. ഇവിടെ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന സംഘടനയും അതുപോലെ ഉലമാ സംഘടന എന്ന് പറയുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും വന്നപ്പോൾ ഏത് രാഷ്ട്രീയക്കാരാണ് അതിനെ എതിർക്കാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏത് മതക്കാരാണ് അതിനെ എതിർക്കാനുണ്ടായിരുന്നത്? കാരണം അതൊന്നും ഒരു പ്രസക്തിയുള്ള സംഘടനയായിട്ടില്ല, അന്നും ഇന്നുമല്ല. നേരെ മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഭയാനകമായ ഒരു വീക്ഷണത്തോടു കൂടിയാണ് മറ്റെല്ലാ കക്ഷികളും കണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സമസ്തയെ കണ്ടതുപോലെ മറ്റൊരു സംഘടനയും വേറെ ആരും കണ്ടിട്ടില്ല. എന്നാൽ സമസ്തയിലുള്ള ഈ ആലിമീങ്ങൾ എന്തെങ്കിലും ഈ രാജ്യത്തിന് എതിരായ രൂപത്തിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ ചെയ്തിട്ടാണോ സമസ്തയെ അവരിങ്ങനെ വീക്ഷിച്ചിരുന്നത്? അല്ല. ദീനിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന മാർഗം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഡ്യൂപ്ലിക്കറ്റായ പലതും വീണുടഞ്ഞു പോവുക എന്നത് സ്വാഭാവികമാണ്. ആ ഡ്യൂപ്ലിക്കറ്റാകുന്ന സംഘടന ഏതൊക്കെ ഉണ്ടോ ആ സംഘടനകൾ മുഴുവനും ഒരു മുന്നണിയായിക്കൊണ്ട് അവർക്ക് പരിരക്ഷ നൽകാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അവരൊക്കെ ചേക്കേറിക്കൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഈ സംഘടനയെ അവർ എല്ലാ കാലത്തും എതിർത്തു വന്നിട്ടുണ്ട്. ഇന്നും ഇന്നലെയൊന്നുമല്ല അത് തുടങ്ങിയത്, വളരെ മുമ്പ് തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് തീവ്രത വന്നത്, ഈ എതിർപ്പിന് തീവ്രത വരാനുള്ള കാരണം ഒന്നുകൂടി സുസജ്ജമായി ഈ സംഘടന പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ്. അതെപ്പോഴാണ് തുടങ്ങിയത്? അതൊരു 40-45 കൊല്ലം മുമ്പാണ് ആ തുടക്കമുണ്ടായത്. അഥവാ 1974 മഹാനായ കാന്തപുരം ഉസ്താദ് അവർകൾ ഈ സംഘടനയിൽ മെമ്പറായി വന്ന് പ്രവർത്തനം ഒന്ന് ഏകോപിച്ചു കൊണ്ടുവന്നപ്പോൾ, അതുവരെ 1926 ഉത്ഭവിക്കുകയും പ്രവർത്തനം തുടങ്ങുകയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഈ സംഘടനയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ ആഴമേറിയ വേര് അന്നില്ലായിരുന്നു. വേര് പിടിച്ചിട്ടുണ്ട്, അത് വളർന്നിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലം ഒരുപാട് ആളുകൾ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തതുപോലെയുള്ള ഏറ്റവും സുസംഘടിതമായ ഒരു വേരോട്ടം അതിനുണ്ടായിട്ടില്ല അല്ലേ. അതുകൊണ്ടാണല്ലോ എത്ര വലിയ സുനാമി വന്നു അല്ലേ. വഹാബി സുനാമി ഒരു ഭാഗത്ത്, മൗദൂദി സുനാമി വേറെ ഭാഗത്ത്, രാഷ്ട്രീയ സുനാമികൾ വേറെ ഭാഗത്ത്, എന്നിട്ട് അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടൊരു കൂട്ടുമുന്നണിയായി ചേളാരി സുനാമി വേറെയും. അങ്ങനെ എല്ലാവരും ആഞ്ഞു പിടിച്ച് വലിച്ചു. എന്തിന്? സമസ്തയാകുന്ന ഈ വടവൃക്ഷത്തെ തള്ളിയില്ല. ചിലപ്പോൾ അതിൻ്റെ ചെറിയൊരു കൊമ്പ് പൊട്ടി ചിലപ്പോൾ ചാടി എന്ന് വരും, ചില്ല. അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഇലകൾ കൊഴിഞ്ഞു വീണു എന്ന് വരും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ സമസ്തയാകുന്ന ഈ വടവൃക്ഷത്തെ അനക്കാൻ അവർക്ക് കഴിയാത്ത വിധം അതിന് വേരോട്ടമുണ്ടാക്കിയത്, എത്രയും അടിയിൽ വേര് പിടിപ്പിക്കാൻ കാരണക്കാരൻ അതിന് വളവും ഒഴിച്ചു കൊടുത്ത് അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു വലിയ മഹാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട
AP അബൂബക്കർ മുസ്ലിയാർ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ. അതുകൊണ്ട് തന്നെ ആ മഹാന്റെ പ്രവർത്തന പാതയിൽ കല്ലും മുള്ളും വാരിയിട്ട് മഹാനവറുകളെ മാനസികമായി തളർത്താൻ ഈ കക്ഷികളൊക്കെ ആഞ്ഞ് പിടിച്ച് പരിശ്രമിച്ചു. എന്തായിരുന്നു ഫലം? നമുക്കൊന്ന് പരിശോധിക്കാം. കോഴിക്കോട് ജില്ലയിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പള്ളിയിൽ പ്രഗത്ഭരായ കുറെ മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു മുസ്ലിയാർ, അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു എതിരഭിപ്രായവും ഒന്നുണ്ടായിരുന്നില്ല. ഒരു പരാമർശം എവിടെയും വെച്ച് ആരും നടത്താറില്ലായിരുന്നു. അദ്ദേഹത്തിനെതിരെ ആരും പ്രസംഗിക്കാറില്ലായിരുന്നു. ഒരു പത്രങ്ങളിലോ മറ്റേതെങ്കിലും മാസികകളിലോ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഒരു ലേഖനമോ വാർത്താക്കുറിപ്പുകളോ ഇല്ലായിരുന്നു. എല്ലാ ദിവസവും സുബഹി മുതൽ അസർ വരെ, ചിലപ്പോൾ അസറിന് ശേഷവും ദർസ് നടത്തും. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇശാഇന് ശേഷം പല മഹല്ലുകളിലും ചെന്ന് വഅദ് പറയും. അങ്ങനെ കാലങ്ങൾ കഴിച്ചു കൂട്ടുകയായിരുന്നു. 1964 തുടങ്ങിയ ആ ദർസ് രംഗത്തുള്ള പ്രവർത്തനം അതൊരു 10 വർഷം വളരെ സുഗമമായി അത് മുന്നോട്ട് പോയി. 74 അപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു പണ്ഡിതനെ കുറിച്ച് മഹാനായ ശംസുൽ ഉലമയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ പണ്ഡിതൻ അങ്ങനെ ഒരു പള്ളിയിൽ മാത്രം ഒതുങ്ങിക്കൂടി ദർസ് നടത്തേണ്ട ആളല്ല. ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു മഹല്ലിലോ മാത്രം പ്രവർത്തിക്കേണ്ട ആളല്ല. അദ്ദേഹം ലോകാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു പ്രവർത്തന വീതി അദ്ദേഹത്തിന് തുറന്നു കൊടുക്കണം. അങ്ങനെയാണ് 1974 ഫെബ്രുവരി മാസം നടന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ യോഗത്തിലേക്ക് പ്രത്യേക ക്ഷണിതാവായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ക്ഷണിക്കപ്പെടുന്നത്. സുസ്മേരവദനായി ലാളിത്യത്തിന്റെ മകുടോദാഹരണമായി പാലക്കാട് ജന്നത്തുൽ ഉലൂം അറബിക് കോളേജിൽ ചേർന്ന ആ മുശാവറ യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ കടന്നു വരുമ്പോൾ അവിടെ കൂടിയിരുന്ന പലരും വിചാരിച്ചില്ല ഇത് ഒരു വലിയ വിസ്മയ വിസ്ഫോടനമായി ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ ഈ വരുന്ന ഈ കൊലുത്ത് അഥവാ ഒരൽപ്പം മെലിഞ്ഞ ഒരു ആകാര വൈഭവമുള്ള ഒരു തലയെടുപ്പുള്ള ഒരു പണ്ഡിതന്റെ മുന്നിൽ ഇത്തരമൊരു കാര്യം ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് അവരാരും അത്ര മനസ്സിലാക്കിയില്ല. ഭവ്യതയോടുകൂടി ആ മുശാവറ യോഗത്തിൽ പങ്കെടുക്കുകയും ആലിമീങ്ങൾ പറയുന്ന കാര്യങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുകയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ആ യോഗം കലാശിക്കുകയും പിന്നെ മുശാവറയുടെ മിനിറ്റ്സിൽ ഒപ്പിടാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ടുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സാധാരണ മുശാവറ മെമ്പറായി ബഹുമാനപ്പെട്ടവരെ അവരോധിക്കുകയും ചെയ്തു. അവിടെ നിന്ന് തിരിച്ച് ബസ്സിൽ കാന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ തീരുമാനങ്ങൾ ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ആദ്യം ഹൃദയത്തിൽ ഇങ്ങനെ അഭിപ്രായപ്പെടുക, എന്നിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു മെമ്പറാണ്. ഈ മെമ്പറാകുന്ന എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവിടെ ഇസ്ലാമിക പരിപോഷണത്തിന് വേണ്ടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന ഏറ്റവും ബൃഹത്തായ ഒരു ലക്ഷ്യമാണ് ഈ സംഘടനക്കുള്ളത്. അതിലൊരു മെമ്പറാണ് ഞാൻ. അതുകൊണ്ട് എന്റെ പ്രവർത്തനം ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാകണം എന്ന് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തന ഗോതയിലേക്ക് മറ്റുള്ള ആലിമീങ്ങളെ കൂടി
കൈപിടിച്ച് കൊണ്ടുവരുന്നത്. അത് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം അങ്ങനെ ആ ചിന്തയും തീരുമാനങ്ങളും തന്റെ മനസ്സിലിട്ട് താലോലിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവർ അത് പണ്ഡിതന്മാരുടെ മുന്നിൽ നിരത്തിവെക്കുന്നത്. ആ നിരത്തിവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകും വിധം നമ്മുടെ പ്രവർത്തകരെ, സുന്നി യുവജന സംഘത്തിലെ പ്രവർത്തകർ അങ്ങനെ, SSFന്റെ പ്രവർത്തകർ അങ്ങനെ, ഇപ്പോഴുള്ള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ അങ്ങനെ, അത് മാത്രമല്ല വ്യാപാരികളൊക്കെ കൂടുന്ന കച്ചവടക്കാർ കച്ചവടത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് രാവിലെ 7 മണിക്ക് അവർ കുളിച്ച് ഭക്ഷണം കഴിച്ച് വസ്ത്രം മാറ്റി അവരെ കടയിലേക്ക് പോകും. വൈകുന്നേരം വരെ കച്ചവടം ചെയ്യും. എന്നിട്ട് അവർ വരും, അവരുടെ വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങി കൂടും. പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിലും ചിലപ്പോൾ ഇടപെടും. പക്ഷേ ഒരു കച്ചവടക്കാരന് ദീനിയായ രംഗത്തും പ്രവർത്തിക്കാൻ പല മേഖലകളുമുണ്ടെന്ന് ഇവിടെ കാണിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകളാണ്. പല മഹല്ലുകളിലുമുള്ള പള്ളിയുടെയും മദ്രസയുടെയും ഒക്കെ കമ്മിറ്റികൾ ഓരോ മഹല്ലിലും ഉഷാറായി നടക്കുന്നു. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ കുറച്ച് മന്ദീഭവിച്ച് നടക്കുന്നു, തണുപ്പൻ മട്ടത്തിൽ നടക്കുന്നു. ഇങ്ങനെയായാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇസ്ലാമിന്റെ ശോഭ അത് പരത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ആ മാനേജ്മെന്റുകളെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് അത് ഏത് നാട്ടിലായിരുന്നാലും മലപ്പുറം ജില്ലയിലെ ഇങ്ങേയറ്റത്തൊരു സ്ഥലമാണ് എന്റെ പ്രദേശമാണ് കല്ലാമൂല എന്ന് പറയുന്ന സ്ഥലം. ഒരു മൂലയാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. എന്നാൽ നമ്മുടെ തലസ്ഥാന നഗരി അത് തിരുവനന്തപുരം വലിയ പട്ടണമാണ്, എറണാകുളം വലിയ പട്ടണമാണ്, കോഴിക്കോട് വലിയ പട്ടണമാണ്, തൃശ്ശൂർ വലിയ പട്ടണമാണ്, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെയൊക്കെ വലിയ വലിയ പട്ടണങ്ങളും അതുപോലെ ചെറുപട്ടണങ്ങളുമുള്ള പുരോഗമനവും വളർച്ചയുമൊക്കെ എത്തിയ സ്ഥലവും തീരെ വളർച്ച എത്താത്ത ഗ്രാമങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ദീനീ രംഗത്ത്. അവിടെയൊക്കെ പള്ളികളുണ്ട്, മദ്രസകളുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കണം പ്രവർത്തനം എന്ന ഒരു ലക്ഷ്യത്തിലാണ് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ അതിന് രൂപകൽപ്പന നൽകിക്കൊണ്ട് പ്രവർത്തന രംഗത്തേക്ക് ഈ മാനേജ്മെന്റുകളെ കൊണ്ടുവന്നത്. ഇങ്ങനെയൊക്കെയുള്ള പല പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ മനസ്സിൽ നേരത്തെ താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെയുള്ള ഈ പ്രവർത്തനം ഇദ്ദേഹം കാഴ്ചവെക്കാൻ തുടങ്ങിയപ്പോഴാണ്, നിങ്ങൾ നോക്ക്, കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട്. ചെറിയ പണ്ഡിതന്മാരല്ല, തലയെടുപ്പുള്ള പണ്ഡിതന്മാർ തന്നെ ആയിരക്കണക്കിനുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള പണ്ഡിതന്മാർ വേറെയും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സമസ്തയുടെ ജനറൽ ബോഡി ചേരുന്ന സമയത്ത് 15,000-ലധികം പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിൽ പങ്കെടുത്തിരുന്നു. 15,000-ലധികം പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആ ജനറൽ ബോഡിയിൽ പങ്കെടുത്തിരുന്നു. പങ്കെടുക്കാൻ കഴിയാത്ത കുറെ പ്രമുഖരും ഉണ്ടായിരുന്നു. ചിലർ വിദേശത്തായതുകൊണ്ട്, ചിലർക്ക് വരാൻ ചില അസൗകര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ പങ്കെടുക്കാത്ത ചില പണ്ഡിതന്മാരുമുണ്ട്. ഏതായിരുന്നാലും പങ്കെടുത്തവർ തന്നെ 15,000-ലധികമുണ്ട്. ഈ 15,000-ലധികമുള്ള പണ്ഡിതന്മാർ, പിന്നെ സാധാരണക്കാരായിരിക്കുന്ന പണ്ഡിതന്മാർ അഥവാ അത്രയൊന്നും പിന്നെ ഉയർച്ചയും ഒന്നുമില്ലാത്ത പണ്ഡിതന്മാർ വേറെയുമുണ്ട്. എന്നാൽ ഈ 10,000-കണക്കിന് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു പണ്ഡിതൻ, ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു പണ്ഡിതൻ, അപഹാസ്യങ്ങൾ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ പോലെ മറ്റാരാണുള്ളത്? ഇപ്പൊ നമ്മുടെ സമസ്ത മുശാവറയിൽ തന്നെ വേറെയും പണ്ഡിതന്മാരുണ്ട്. 10-40 ആളുകൾ വേറെയും ഉണ്ടല്ലോ. ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളോ അല്ലെങ്കിൽ ഈ മറ്റ് ചേളാരി അലവരാതി മുക്കൂട്ടു മുന്നണികളോ ഇന്ന് വരെ ഒരു മറ്റു പണ്ഡിതൻ പേര് പറയപ്പെടാത്ത പല പണ്ഡിതന്മാരും നമ്മുടെ മുശാവറയിലുണ്ട്. ഇന്ന് വരെ പറഞ്ഞ ഒരു പേര് പറഞ്ഞല്ലോ,
ആക്ഷേപം കൊണ്ടോ അല്ലെങ്കിൽ അനുകൂലം കൊണ്ടോ ഒന്നും ഇന്ന് വരെ ആരും പരാമർശിക്കാത്ത പണ്ഡിതന്മാരും നമ്മുടെ മുഷാവറയിലുണ്ട്. അവർ പണ്ഡിതന്മാരല്ലാത്തത് കൊണ്ടാണോ അവരെതിർക്കാതിരിക്കുന്നത്? അല്ല. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ പോലെ വളരെ സജീവമായിട്ട് അവരാരും ഗോതയിലില്ല, രംഗത്തില്ല. എന്നാൽ AP ഉസ്താദിന്റെ കൂടെയുള്ളവർ എന്ന് പറഞ്ഞുള്ള വിമർശനം അവർക്കുമുണ്ട്. പക്ഷേ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് പറയപ്പെടുന്ന ഒരു പണ്ഡിതൻ AP ഉസ്താദിനെ പോലെ ഇന്ന് കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ ആരുമില്ല എന്ന് പറഞ്ഞാൽ തെറ്റില്ല. എല്ലാ ദിവസവും നാം കേൾക്കുന്ന പേര് എല്ലാ രാജ്യത്തു നിന്നും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ബാങ്ക് വിളിക്കാത്ത ഒരു രാജ്യം ലോകത്തില്ല. ഹിന്ദുരാഷ്ട്രമായ നേപ്പാളിൽ പോലും പള്ളിയുണ്ട്, അവിടെയും ബാങ്ക് കേൾക്കുന്നുണ്ട്. ആ ബാങ്കുകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയപ്പെടുന്നുണ്ട്. ഒരു ബാങ്കിൽ 2 പ്രാവശ്യം, ഇഖാമത്തിൽ 1 പ്രാവശ്യം, അങ്ങനെ ഒരു നേരം 3 പ്രാവശ്യം നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. 5 നേരം 15 പ്രാവശ്യം ആ ബാങ്കിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ പല മഹല്ലുകളിലും പല സ്ഥലങ്ങളിലും സ്വലാത്ത് ചൊല്ലിയിട്ടും മറ്റുള്ള സംഘടിപ്പിച്ചും ലക്ഷക്കണക്കിന് പ്രാവശ്യം റസൂലുള്ളാഹിന്റെ പേര് പറയുന്നെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ യഥാർത്ഥ അവകാശിയായി, അനന്തരാവകാശിയായി ഇന്ന് ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന AP ഉസ്താദിന്റെ പേരും എല്ലാ മഹല്ലുകളിലും പറയുന്നുണ്ട്. ബാങ്ക് പള്ളിന്നേ ഉണ്ടാകുള്ളൂ. ഇത് പള്ളിയെന്നും പറയുന്നുണ്ട്, പള്ളിന്റെ പുറത്തൊന്നും പറയുന്നുണ്ട്. കവലകളിൽ പറയുന്നു, ചായപ്പീടികയിൽ പറയുന്നു, ബസ് സ്റ്റോപ്പുകളിൽ പറയുന്നു, കല്യാണ വീടുകളിൽ പറയുന്നു, മരണ വീടുകളിൽ പറയുന്നു, യാത്രാവേളയിൽ പറയുന്നു. എല്ലാ സമയത്തും ഒരു സെക്കൻഡിൽ എൻ്റെ അഭിപ്രായം 1000 പ്രാവശ്യമെങ്കിലും AP ഉസ്താദിന്റെ പേര് വിരോധികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അനുകൂലിക്കുന്നവർ വേറെയും പറയുന്നുണ്ട്. ഇത്രയധികം ഇടത്ത് വിമർശിക്കപ്പെടുന്ന, ആക്ഷേപിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ ലോകത്തുനിന്നില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കും. എന്നാൽ ഇങ്ങനെയൊക്കെ വിമർശിച്ചിട്ട്, ആക്ഷേപിച്ചിട്ട് ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന, അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ പണ്ഡിതന് എന്തെങ്കിലും ചെറിയ ഒരു കുറവ് വന്നോ, എന്തെങ്കിലും ചെറിയൊരു കുറവ് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴും അനുദിനം ബഹുമാനപ്പെട്ടവരുടെ പദവി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇവർ വന്നില്ല, മണ്ണാർക്കാട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, അതിൽ ഏതോ ചങ്ങായി ജയിച്ചു, AP അബൂബക്കർ മുസ്ലിയാർ തോറ്റു, അയാൾ ഒന്നിനും കൊള്ളരുതാത്തവനായി എന്ന് അവരിങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഇനിയിപ്പോ കാന്തപുരം ആരെങ്കിലും 4 ആളെ വിളിച്ചാൽ ആരും അങ്ങോട്ട് ചെല്ലൂല. കാന്തപുരം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമാകുന്ന മർക്കസിൽ നിന്ന് കുട്ടികൾ മുഴുവനും പേരും വെട്ടി ചേളാരി കമ്പനിയിൽ തെരഞ്ഞു പോയിട്ടുണ്ടാവും. മർക്കസൊക്കെ പടച്ചു പൂട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ, ആരും നീ ഇങ്ങനെ കാന്തപുരം പറഞ്ഞത് അംഗീകരിക്കൂല. ഇതാണല്ലോ അവരുടെ നിലപാട്, അങ്ങനെയാണല്ലോ വേണ്ടത്. അവർ പറഞ്ഞ സ്ഥിതിക്ക് പ്രതീകാത്മകമായി 100 കണക്കിന് മയ്യത്ത് കൊണ്ടുവന്ന് ചവിട്ടി, ഒരച്ച്, വലിച്ച്, അപഹസിച്ച് കുഴികുത്തി അവർ കുഴിച്ചിട്ടപ്പോ അവർക്കെന്തായി? സമാധാനമായി. ഇനിയിപ്പോ ഏതായാലും ഇയാൾ എണീറ്റ് വരൂല, അല്ലേ, ഇനിയിപ്പോ ഇയാളെ ശല്യം ഉണ്ടാവില്ല എന്ന് കരുതിയാണ് പലരും മണ്ണാർക്കാട്ടിൽ നിന്ന് മടങ്ങിയത്. പക്ഷേ മടങ്ങിയവർ വീട്ടിലെത്തുമ്പോഴേക്കും 10,000 സംഗമിക്കുന്ന ഒരു സദസ്സിലാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കാണുന്നത്. കേരളത്തിലല്ല, അറബ് നാട്ടിൽ, കുവൈത്തിൽ, അവിടെ ഉള്ള ഏറ്റവും അതിവിശാലമായ ഒരു ഓഡിറ്റോറിയം, ഒരു സ്കൂളുണ്ട്, പാകിസ്ഥാനി സ്കൂൾ എന്ന് പറയും. ആ സ്കൂളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് അന്വേഷിച്ചു. നോക്കുമ്പോൾ ജനപ്രവാഹം കൊണ്ട് അതിന്റെ ഹാളുകൾ മുഴുവനും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി പരിസര പ്രദേശം മുഴുവനും ജനനിബിഡമായിരിക്കുന്നു. അതിലെ കടന്നു പോകുന്ന അറബികൾക്ക് തന്നെ
മറ്റ് ഇതര നാട്ടുകാർക്ക്, കേരളക്കാരല്ലാത്ത പാകിസ്ഥാനികളുണ്ട്, അതുപോലെ മറ്റ് അറബ് കൺട്രിയിലുള്ള പല രാജ്യക്കാരുമുണ്ട്. അവരൊക്കെ അത്ഭുതത്തോടെ വിസ്മയത്തോടെ നോക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന്. പലരും അന്വേഷിക്കുകയാണ്. അപ്പൊ അത് ഷേഖ് അബൂബക്കറിന്റെ മുഹാദറത്തു ദീനിയ ഇവിടെ നടക്കുന്നുണ്ട്, മതപ്രഭാഷണം. അത് കേൾക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും സംഘടിച്ചെത്തിയവരാണ് ഇതൊക്കെ. മാഷാ അല്ലാഹ്, ഇത്രയും മലബാരികളോ? പലരും സംശയം ചോദിക്കുന്നു, ഇല്ലേ? മലബാരികളായിരിക്കുന്നത് മറ്റുള്ള ചില ആളുകളും കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട്, പക്ഷെ അത് വളരെ കുറവേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ 5 മിനിറ്റെങ്കിലും ഉറുദുവിലോ മറ്റോ സംസാരിക്കും, ഒരൽപ്പം അറബിയിൽ സംസാരിക്കും. പ്രധാനമായും സംസാരിക്കുന്നത് മലയാളത്തിൽ തന്നെ, മലയാളികളോടും തന്നെ. അപ്പോ ആ മലയാളം കേൾക്കാൻ മറ്റുള്ളവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല, കാരണം അവർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ഇവരങ്ങനെ അത്ഭുതപ്പെടുമാറുള്ള ഇത്ര വലിയൊരു സദസ്സ് ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ പ്രതീക്ഷിച്ച് ഈ രാജ്യത്തിന് പുറത്തുള്ള സ്ഥലത്ത് പല ഭാഗത്തും ജോലിക്ക് പോയ ആളുകൾ, ചില ആളുകൾ ജോലി കട്ട് ചെയ്തിട്ടും സ്പോൺസറോട് പറഞ്ഞ് എനിക്ക് അത്യാവശ്യത്തിന് പോകാനുണ്ടെന്ന് പറഞ്ഞ്, ചില ആളുകൾ ആ ലീവ് അതിന് കണക്കാക്കി എടുത്തുമൊക്കെ ഈ 10,000 ഒരുമിച്ച് കൂടിയെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ സാരഥിയുടെ അംഗീകാരമായിരുന്നു അത്. ഏത് ആളുകൾ എതിർത്തിട്ടും ആക്ഷേപിച്ചിട്ടും പരിഹസിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ ഈ പ്രവർത്തന ബോധയിൽ ഉറച്ചു നിൽക്കുന്നതും. അതാണ് ഈ സമസ്തയും ചേളാരി സംഘടനയും തമ്മിലുള്ള വ്യത്യാസവും. ഒന്നുകൂടി പരിശോധിക്കാം. എന്നാൽ മറുഭാഗത്തും പേരിന് ഒരു സമസ്തയുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ സമസ്ത എന്നാണ്. അവർ പറഞ്ഞോട്ടെ, നമുക്കെന്ത് വിരോധം ഇല്ല. ആ സമസ്തക്കും ഇങ്ങനെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളതുപോലെ മറുഭാഗം സമസ്തക്കും ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്. ഇപ്പോൾ അടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അതിന് ജനറൽ സെക്രട്ടറിയാണ്. ഈ ആലിക്കുട്ടി മുസ്ലിയാരും ഇതുപോലെ ദീനീ ദഅവത്ത് എന്ന പേരിൽ പല ഭാഗത്തും സഞ്ചരിക്കുന്നുണ്ട്, അവരുടെ പല യോഗങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ജനപ്രാതിനിധ്യം ഇവർ ഈ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഉണ്ടാകുന്നില്ല? ജനങ്ങൾ എന്തുകൊണ്ടത് മുഖവിലക്കെടുക്കുന്നില്ല? അപ്പൊ അവർ ചോദിക്കും, അവിടെ ആലപ്പുഴയിൽ വലിയ സമ്മേളനം നടത്തിയാലോ, അവിടെ കുറെ ആൾ കൂടിയിട്ടുണ്ടല്ലോ, ആ വാർഷിക സമ്മേളനമോ അതുപോലെയുള്ളതല്ലോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു വാർഷിക സമ്മേളനം മാത്രം നടത്തലാണോ ദീനീ ദഅവത്ത്? അതിനേക്കാൾ വലിയ ദഅവത്താണ് ഓരോ പ്രദേശങ്ങളിലും ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ചെല്ലുക, എന്നിട്ട് അവിടെ ദീനീ ദഅവ നടത്തുക. അതൊരു പക്ഷേ ഒരു സ്ഥാപനത്തിന്റെ വാർഷികമാകാം, അതല്ലെങ്കിൽ അവിടെയുള്ള മറ്റേതെങ്കിലും ഒരു സംഘടനയുടെ വാർഷികമാകാം, സുവൈസിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ സംഘടനകളുടെയോ ഒക്കെ ഒരു വാർഷികമോ, അതല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതി തുടങ്ങലാകാം. സ്ഥലത്തൊരു മദ്രസ വേണം, ആ മദ്രസക്ക് ആ നാട്ടുകാർ സ്ഥലമെടുത്തിട്ടുണ്ട്, എന്നിട്ട് ആ സ്ഥലത്ത് അതിന്റെ ഒരു ശിലാസ്ഥാപന നിർവഹണം, ഒരു തറക്കല്ലിൽ നിർവഹണം, ഒരു പരിപാടി എന്ന നിലക്ക് അങ്ങനെ പലതും ആകാം. ആ നിലക്ക് സംഘടിപ്പിക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ മറുഭാഗം സമസ്തക്ക് എത്രമാത്രം പ്രാതിനിധ്യം ഉണ്ടാകുന്നുണ്ട്? അവർ പറയുന്നത് ഞങ്ങളെടുത്താണ് ബോർഡ്, ഞങ്ങളെടുത്താണ് ഓഫീസ്, ഞങ്ങളെടുത്താണ് കാക്കോര്, ഞങ്ങളെടുത്താണ് നെറ്റ്ബുക്ക്, ഞങ്ങളാണ് ഇതിന്റെ ആള് എന്നവർ അവകാശവാദം ഉന്നയിക്കും. ആവട്ടെ, ഈ അവകാശവാദം ഉന്നയിക്കുന്നതല്ലാതെ അതിന്റെ ആളുകൾ വരുമ്പോൾ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഇവർ വരുന്ന സ്ഥലത്ത് 10,000 ഇതുപോലെ ഒരുമിച്ച് കൂടുന്നുണ്ടോ? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ, സ്ഥലം വഴിയടക്കം ഞാൻ പറഞ്ഞു തരാം. എന്റെ നാട്ടിന്റെ 2 കിലോമീറ്റർ അപ്പുറത്ത് മഞ്ഞപ്പട്ടി എന്നാണ് സ്ഥലത്തിന്റെ പേര്. മഞ്ഞപ്പട്ടി. അത് വണ്ടൂര് വഴിക്ക് വരുന്നവരാണെങ്കിൽ
വണ്ടൂര് കഴിഞ്ഞ് വാണിയമ്പലം കഴിഞ്ഞ് കൂരാട് റോട്ടിന് ഒരു 10-11 കിലോമീറ്റർ അങ്ങോട്ട് വന്നാൽ ഈ മഞ്ഞപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ആയിരക്കണക്കിന് ആളുകൾ ഉള്ള ഒരു മഹലിന്റെ കേന്ദ്രമാണ് ഈ മഞ്ഞപ്പട്ടി. ആ മഞ്ഞപ്പട്ടിയിൽ ഖബർസ്ഥാനുള്ള ആ പള്ളിയുടെ കീഴിൽ 3-4 ജുമാഅത്ത് പള്ളികൾ തന്നെ വേറെയുണ്ട്. അപ്പോൾ അതിന്റെ വിശാലതയും അതിലുള്ള ജനസാന്ദ്രതയും നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയുള്ള ആ മഹലിൽ ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ചേളാരികളാണ്. എല്ലാവരും കൂടിയ ഒരു നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളും അതിലുണ്ട് കമ്മിറ്റിയിലൊക്കെ. പക്ഷേ അവർക്കാണ് മേൽക്കൈ. അവിടെ പ്രശ്നം കുൽമാലിലൊന്നും നമ്മളെ ആളുകളൊന്നും പോകലില്ല. കാരണം നമ്മൾക്കൊക്കെ അതിനപ്പുറത്ത് നമ്മുടേതായിരിക്കുന്ന ആശയത്തിൽ പിന്നെ ജുമാഅത്ത് പള്ളിയും അതുപോലെ അതിൻ്റെ കീഴിൽ മദ്രസയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പിന്നെ മരിച്ചാൽ മയ്യത്ത് നാടെ കൊണ്ടുപോകണം, മയ്യത്ത് വിസ്തരിച്ച് ഖബർസ്ഥാനിൽ മറവ് ചെയ്യണം. ആ നിലക്കുള്ള ബന്ധമേ പലർക്കും ഉള്ളൂ. അവിടെ ഈ കഴിഞ്ഞ 17-ാം തീയതി അഥവാ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞതിന് പിറ്റേ ദിവസം ഒരു പ്രഖ്യാപന സമ്മേളനം ഉണ്ടായിരുന്നു. എന്താ പ്രഖ്യാപിക്കുന്നത്? ഇവിടെ കുറച്ച് കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുക. അല്ലേ, പ്രഖ്യാപിക്കാൻ പോലെ ചെലവൊന്നുമില്ലല്ലോ. ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കൂട്ടിയാൽ വരുന്ന മൂലമാർക്ക് ഒരു ചോറും കൊടുത്താൽ ആ ചെലവ് അതിനോടെ കഴിയും. നടപ്പിൽ വരുത്താനാണ് കുറച്ച് പ്രയാസം. അല്ലേ, പ്രഖ്യാപിക്കാൻ പ്രയാസമൊന്നുമില്ല. പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. നമ്മള് ബംഗാളിൽ പോയി, പശ്ചിമ ബംഗാളിൽ പോയിട്ട് ബഹുമാനപ്പെട്ട പീർ സാധും സംഗമം പല പ്രവർത്തനങ്ങളും നടത്തി. അവരെ പള്ളിയും മദ്രസയും സാധുക്കൾക്ക് വീടും വെള്ളമില്ലാത്തവർക്ക് കിണറും അതൊക്കെ കുഴിച്ചു കൊടുത്ത് അതിനുപോലെ വെള്ളം കുടിക്കാൻ തുടങ്ങി, പള്ളിയിൽ നിസ്കരിക്കാൻ തുടങ്ങി, മദ്രസയിൽ കുട്ടികളെ പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി, ചെറിയ വീടുകൾ വെക്കെടുത്ത് കൊടുത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ പോയി പ്രഖ്യാപിച്ചു പോകുന്നൊക്കെയല്ല. അപ്പൊ പോയി നമ്മളെ ചെമ്മാട്ടെ പിന്നെ ദാറുൽ കണ്ട ആൾക്കാർ എന്താ ഏപ്പിക്ക് മാത്രം പോയാൽ മതിയോ? അവരും പോയി ഇങ്ങനെ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാളിൽ അവരുടെമാര് പ്രഖ്യാപിച്ചു പോന്നു. ഞങ്ങളുടെ പള്ളിയെടുക്കുന്ന സ്ഥലം നോക്കി കണ്ടാണ് ഓരോ പോകുന്നു. അവിടെ ഇപ്പോഴും കാട് മൂടി കിടക്കുന്നു എന്നതാണ് വസ്തുത. അപ്പൊ പ്രഖ്യാപിക്കാൻ ഓരോ മുമ്പന്മാരാണ്. പക്ഷെ പ്രഖ്യാപിച്ചതോടെ കാര്യമല്ല, പ്രവർത്തിക്കണം. പ്രവർത്തിച്ചിട്ട് അതിന്റെ ഗുണഫലം ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മൾ ചെയ്യുന്നത് പ്രഖ്യാപനമല്ല. ഞങ്ങൾ അങ്ങനെ സമ്മേളനമൊക്കെ അങ്ങനെ പ്രഖ്യാപന സമ്മേളനം നടത്തും. നമ്മളെ കേരള യാത്രയുടെ പ്രഖ്യാപന സമ്മേളനം നടത്തി കുറ്റിപ്പുറത്ത് വെച്ച്. അത് പ്രഖ്യാപിക്കുന്ന എന്തിനാണ്? ഇനി പിന്നെ 2-3 മാസം കഴിഞ്ഞ യാത്ര തുടങ്ങുന്നത്. അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ ഒരു പ്രഖ്യാപനം. അപ്പൊ ഇന്ന ഒരുക്കങ്ങൾ ചെയ്യണമെന്ന് അതിന് പ്രഖ്യാപനം നടത്തുക. SYSന്റെ 60-ാം വാർഷിക സമ്മേളനം നടത്താൻ കൽപ്പറ്റയിൽ വെച്ച് നമ്മൾ പ്രഖ്യാപന സമ്മേളനം നടത്തി, പ്രഖ്യാപിച്ചു. എന്നിട്ട് 10 മാസക്കാലം നമ്മൾ പണിയെടുത്തു. ആ പണിയെടുത്തതിന്റെ ഫലം മലപ്പുറം ജില്ലയിലെ എടരിക്കോട് അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും കാണിച്ചു കൊടുത്തു. അത് ഞങ്ങൾ പ്രഖ്യാപിച്ച് പിന്നെ പണിയെടുത്തതാണ്. ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത്, ഈ മഞ്ഞപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്താ പ്രഖ്യാപനം? കുറച്ച് കുട്ടികളെ ഖുർആൻ കാണാതെ പഠിപ്പിക്കുക എന്നത്. ഇപ്പൊ നല്ല സംഗതിയാണ്, നമുക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ അത് പ്രഖ്യാപിച്ചാൽ മതിയോ? അതൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് തുടങ്ങുന്നു അല്ലേ? ഇന്നലെ വണ്ടൂർ അൽ ഖുർആനിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലി വാഫഖി തങ്ങൾ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എന്തായിരുന്നു പദ്ധതി? 3 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ 6 വയസ്സിനുള്ളിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പദ്ധതി. അതിൽ തന്നെ ആ 6 വയസ്സാകുമ്പോഴേക്കും ഒരു ജുസുഎങ്കിലും കുട്ടികളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കുന്ന ഒരു പദ്ധതി. ഇതിപ്പോ സയ്യിദ് അലി വാഫഖി തങ്ങൾ അൽ ഖുർആനിൽ വന്ന് പ്രഖ്യാപിച്ചു പോയേക്കല്ല, അത് ഇന്നലെ പ്രവർത്തനം ആരംഭിച്ചു പോയേക്കാണ്. ഈ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയാണ് വേണ്ടത്. പ്രഖ്യാപിച്ചെങ്ങാണ്ട് എവിടെങ്കിലും ചോറും കഴിച്ചാണ് പോകല്ല വേണ്ടത്. അത് ഒരു 5 കുട്ടികളെയെങ്കിലും, ചോനൊന്നും വേണ്ട, അല്ലെങ്കിൽ 10 കുട്ടികൾ, എത്രയാണ് അവർ ഉദ്ദേശിക്കുന്നത് അത്രയും കുട്ടികൾ. ആ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ പള്ളിയിലോ അല്ലെങ്കിൽ അതിന് സജ്ജമാക്കിയ സ്ഥലത്തോ ഇരുത്തി ഈ വരുന്ന നേതാവ് അവർക്ക്
മക്കളെ നമ്മളെന്നും തുടങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിക്കണം. നിങ്ങളിതൊക്കെ നല്ലോണം പഠിക്കണം, ഹാഫിളീങ്ങളാകണം. ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചാൽ നിങ്ങളുടെ ശരീരം മണ്ണ് തിന്നു പോവുകയില്ല. നിങ്ങളുടെ ശരീരത്തിനെ ഒന്ന് സ്പർശിക്കാൻ തന്നെ ഒന്നു ഉണ്ടായിരിക്കലാണ് ഏറ്റവും ഉത്തമം. ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഫളായിലുകളൊക്കെ ഒന്ന് പറഞ്ഞുകൊടുത്ത് ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ ഒരായത്തെങ്കിലും കുട്ടികൾക്ക് ഓതിക്കൊടുത്ത് അങ്ങനെ പ്രാവർത്തികമാക്കി പോവുകയാണ് സാധാരണ പതിവ്. എന്നാൽ ഇവിടെ അതൊന്നുമല്ല. ഞങ്ങൾ പ്രഖ്യാപിച്ചു പോയി. ആ പ്രഖ്യാപനത്തിന് കൊണ്ടുവന്നത് ചേളാരി വിഭാഗത്തിന്റെ പ്രഗത്ഭനായ നേതാവിനെയായിരുന്നു. എന്നിട്ട് എന്തായിരുന്നു ആ നേതാവ് വന്നപ്പോൾ അവിടെയുള്ള അവസ്ഥ? അവരെ ചെറുതാക്കി കാണുമെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നതല്ല, റൂട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നേരിട്ട് വരെ മഞ്ഞപ്പട്ടിയിൽ വണ്ടൂർ ഭാഗത്തു നിന്ന് വരുന്നവർ വണ്ടൂർ വന്ന് അവിടുന്ന് വാണിയമ്പലം കഴിഞ്ഞ് പിന്നൊരു കിലോമീറ്ററും കഴിഞ്ഞാൽ തച്ചങ്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ഈ കൂരാട് ഭാഗത്തേക്ക് വരുന്ന ഒരു റോഡുണ്ട്. നല്ല റബ്ബറൈസ് റോഡാണ്. അവിടത്തേക്ക് വന്നാൽ ഒരു 10 കിലോമീറ്റർ എത്തുമ്പോൾ അന്വേഷിച്ചാൽ മഞ്ഞപ്പട്ടി ഒരു പഴയ പള്ളിയാണ് അവിടെ. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വലഭാഗത്ത് ഒരു വലിയ പള്ളി, പറമ്പൊക്കെ ആയിട്ടുള്ള വലിയ പള്ളി, അവിടെ ഇറങ്ങുക. എന്നിട്ട് അവിടെയുള്ള ആരാണോ കാണുന്നത് ഓരോട് അന്വേഷിക്കുക. അവിടെ ഈ പള്ളിന്റെ മുന്നിൽ തന്നെ ഒരു പീടികയുണ്ട്, ഒരു ചായപ്പീടിക, പലചരക്ക് പീടികയുണ്ട്. ആ പീടികക്കാരന് ചേളാരിക്കാരൻ തന്നെയാണ്. അവരോട് ചോദിച്ചാലും മതി. അല്ല അവിടെ വന്നുവാണെങ്കിൽ ഒരു കാലിച്ചായൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ മണ്ണാർക്കാട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ കോഴിക്കോട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഏതാ സ്ഥലത്തെങ്കിലും ആ സ്ഥലത്തിനാണ്, ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലോകമൊക്കെ പറഞ്ഞിട്ട്, അല്ല നമ്മളിപ്പോൾ 17-ാം തീയതി ഇവിടെ വലിയ പ്രഖ്യാപന സമ്മേളനമൊക്കെ നടത്തിയിരുന്നല്ലോ, ഏത് ഗ്രൗണ്ടിലായിരുന്നു ആ പരിപാടി നടത്തിയിരുന്നു എനിക്കാദ്യം. അപ്പൊ അവിടെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് കാണിച്ചു. അതിന്റെ മുന്നിലുള്ള ഒരു ചെറിയ മുറ്റുണ്ട്. ആ മുറ്റത്തൊരു കറുപ്പായ പന്തലും കെട്ടി അവിടെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. ഒരു 250 ആളുകളെ അതിൽ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വലിയ നേതാവ് വരുമ്പോൾ ഒരു 250 ആളുകളെ എങ്കിൽ ഈ മഞ്ഞപ്പട്ടി ഭാഗത്തേക്ക് തിരിയുന്ന ഈ റോഡിന്റെ തച്ചങ്കോടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് തന്നെ സ്വാഗതം പറഞ്ഞുകൊണ്ട് വലിയ ഗേറ്റൊക്കെ അടച്ചിരുന്നു. പക്ഷെ ആ ഗേറ്റ് കടന്ന് ആളുകളാരും വന്നില്ല. ഈ മഞ്ഞപ്പട്ടി എന്ന് പറയുന്ന അത് ഗ്രാമപ്രദേശം കൂടിയാണ്. ആളുകൾ തോന്നെ വീടുള്ള സ്ഥലമാണെങ്കിലും ടൗണൊന്നുമല്ല, ഗ്രാമപ്രദേശമാണ്. 1-2 വീടൊക്കെ ആകെ അവിടെ ഉള്ളൂ. അവിടെ ഒരുപക്ഷെ ഒരുപാട് 10-400 വീടുകൾ ആ മഹല്ലിന്റെ കീഴിൽ തന്നെയുണ്ട്. 400 വീടുണ്ടാകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ശരാശരി ഒരാളെങ്കിലും കൂട്ടിയാൽ 400 ആളെങ്കിലും വേണ്ടേ. പിന്നെ പുറത്തുനിന്ന് വരുന്ന ഈ വലിയ നേതാവാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ പുറത്തുനിന്ന് വരുന്നവർ വേറെ. ഇങ്ങനെ എല്ലാ പ്രചരണങ്ങളും നടത്തിയിട്ടും ഒരു 250 ആളുകൾ ഈ നേതാവിനെ സ്വീകരിക്കാൻ അവിടെ എത്തിയില്ലെങ്കിൽ ഏതാണ് സമസ്ത എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഇതെന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഞാനിത് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ സുസംഘടിതമായി വളരെ ആർജവത്തോടുകൂടി പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് സമസ്ത. ഞങ്ങളാണ് അതിന്റെ ആളുകളെന്ന് പറഞ്ഞ് അപ്പുറത്തിരിക്കുന്നവർക്ക് ജനങ്ങളിടയിൽ വാല്യൂ ഇല്ല, ജനങ്ങളിടയിൽ ഒരു സ്ഥാനമില്ല, അംഗീകാരമില്ല. ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു സംഘടന, ഒരു സമസ്തയുണ്ടായിട്ട് പിന്നെ എന്താ അതുകൊണ്ടൊരു കാര്യം? ഈ സമസ്തയ്ക്ക് ഒരു അംഗീകാരം ജനങ്ങളിൽ വേണ്ടേ? ജനങ്ങളിൽ വേണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ കാര്യദർശി അല്ലെങ്കിൽ അതിന്റെ സാരഥി, അതിന് ഉത്തരവാദപ്പെട്ട ആള് അവിടെ എത്തുന്ന സമയത്ത് അവരുടെ വാക്കുകൾ ഒപ്പിയെടുക്കാൻ, അത് അക്ഷരം പ്രതി നടപ്പിലാക്കാൻ, ശിരസ വഹിക്കാൻ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയില്ലേ? അത് ഒരുമിച്ച് കൂടാത്തതിന്റെ കാരണം അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത സംഘടന അല്ല അത് എന്നുകൊണ്ടാണ്. ഈ വരുന്ന മൂലമാർ മോശമുണ്ടായിട്ടല്ല. വരുന്ന മൂലമാർക്കൊരു കുറവില്ല, നല്ല മൂലമാരാണ്, നല്ല
ചിലപ്പോൾ ആബിദീങ്ങളാണ്, ഒക്കെയാണ്. പക്ഷേ അവരുടെ ഈ സംഘടന വെറും അസൂയയും കുശുമ്പും തെറ്റിദ്ധാരണ പരത്തലും ജനങ്ങളിടയിൽ ആലിമീങ്ങൾക്ക് ഉള്ള അംഗീകാരം, ബലം, മതിപ്പ് അത് കുറച്ചു കാണിക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ബർക്കത്ത് എടുത്തു കളഞ്ഞു. അപ്പോൾ ഒരു സംഘടനയായി മാത്രം അവർ പ്രവർത്തിക്കുന്നു. യഥാർത്ഥമായി ദീനിന്റെ കാര്യങ്ങൾ ചിന്തിക്കുവാനും അവസരോചിതമായി ഇടപെടേണ്ട സമയങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ ഇടപെടാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ അനന്തരാവകാശിയായിക്കൊണ്ട് അള്ളാഹു അംഗീകരിച്ച് സ്ഥാനമാനങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും കാന്തപുരം ഉസ്താദിന്റെ കൂടെയുള്ള മറ്റ് മെമ്പർമാരാകുന്ന ആലിമീങ്ങളും ഇപ്പുറത്ത് സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഏതാണ് സമസ്ത എന്ന് നിങ്ങൾക്ക് തിരിയാതെ പോകണം. സമസ്തയുടെ പ്രാധാന്യം ഞാൻ ആദ്യം പറഞ്ഞു. ആ സമസ്ത പ്രാധാന്യത്തോടെ പ്രവർത്തിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്നും പറഞ്ഞു. ആ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമസ്ത മഹാനായ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദും ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദും നേതൃത്വം നൽകുന്ന സംഘടന തന്നെയാണെന്ന് അതിശക്തമായിട്ട് നമുക്ക് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയും. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം സൗകര്യപ്രദമായി അവര് ഒരു യോഗം വെച്ചപ്പോൾ ഇവർക്കാർക്കും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അതുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന സമസ്തയെ നിങ്ങൾ അറിയുക, അതിന്റെ പിന്നിൽ അടിയിറക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പറയാം. ഒരു ഓവർസീസ് കോൾ വന്നതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നമ്മളെ ക്ലാസ് ഒന്ന് കട്ട് ചെയ്തായിരുന്നു. ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരു 3/4 മണിക്കൂറിലധികം ക്ലാസ് ഉണ്ടായിരിക്കും. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയും തുടരാം. മറ്റൊരു അത്യാവശ്യ ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ടും മറ്റൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്നും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മടികൂടാതെ ചോദിക്കണമെന്നും